എടുത്തോളൂ. നമുക്ക് ഇപ്പോൾ ഈ പേപ്പേഴ്സ് തന്നില്ലേ ഞാൻ, പേപ്പറുകൾ, അതായത് നമ്മളതിനെ ഒരു ചികിത്സാ രീതി ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു. സാറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പറഞ്ഞു തരികയാണ്, അല്ലാണ്ട് നമ്മൾ പുതുതായിട്ട് ഒരു ഡിസൈൻ ചെയ്യല്ല. നമ്മൾ ചികിത്സയെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ ചികിത്സിക്കുന്നത് ആരാണ്, എന്താണ് ചികിത്സ, രോഗം എന്താണെന്നൊക്കെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ രോഗത്തെ ചികിത്സിക്കല്ല, ആരോഗ്യം തിരിച്ചു പിടിക്കുകയാണ്. ആരോഗ്യം തിരിച്ചു പിടിക്കലാണ്, രോഗത്തെ ചികിത്സിക്കലല്ല. അപ്പൊ അതിലെ ഒരു ചികിത്സയിലത്തെ കുറച്ച് ഘട്ടങ്ങളുണ്ട്, ഒരു 6-7 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്ന് എഴുതിക്കോളും. പ്രധാന ഘടകങ്ങളാണ് ചികിത്സയുടെ പ്രധാന ഘടകങ്ങൾ. ഒന്ന് ശോധനം. 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 2 സംതുലനം. സംതുലനം. 3 പോഷണം. 3 പോഷണം. പോഷണം. 4 ചലനം. ചലനം. 5 വർദ്ധനം. വർദ്ധനം. 5 വർദ്ധനം. 4 ചലനം, 5 വർദ്ധനം. 6 ശമനം. ശമിപ്പിക്കുക. പിന്നെ ഒരു പോയിന്റ് കൂടി ഉള്ളത് അവസാനത്തെ 7 പ്രതിരോധം. നമ്മൾ പറഞ്ഞില്ലേ, ഒരു അസുഖം വന്നാൽ അതിന്റെ കാരണത്തെ ചികിത്സിക്കണം, വീണ്ടും വരാതിരിക്കാനുള്ള പ്രതിരോധ ശേഷി തീർക്കണം. അപ്പോൾ പ്രതിരോധം. ഇങ്ങനെ 7 ഘട്ടങ്ങളായിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ഒന്നാമത്തെ ശോധനം. ശോധനത്തിനെ കുറിച്ച് പറയാണ്. ശോധനത്തിൽ തന്നെ ഒരു 5 ഭാഗങ്ങളുണ്ട് ശോധനത്തിന്. 1 അല്ലെങ്കിൽ എ എന്ന് എഴുതിയിട്ടിട്ടോളൂ. ശോധനത്തിലെ ആദ്യത്തെ കോഷ്ടശുദ്ധി. 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 എക്കോ വരുന്നുണ്ട് അല്ലേ? കോഷ്ടശുദ്ധി. രണ്ടാമത്തത് കോശശുദ്ധി. ഓരോ കോശങ്ങളുണ്ടല്ലോ, കോശശുദ്ധി. നമ്മുടെ ബോഡിയിലെ ഓരോ കോശവും ശുദ്ധാക്കണം. 2 കോശശുദ്ധി. 3 രക്തശുദ്ധി. രക്തശുദ്ധി. 4 മനഃശുദ്ധി. മനഃശുദ്ധി. 5 ഹൃദയശുദ്ധി. ഹൃദയശുദ്ധി. ശോധനത്തിൽ തന്നെ 5 ഭാഗങ്ങളുണ്ട്. ശോധനം എന്ന് പറഞ്ഞാൽ ശുദ്ധിയാക്കുക എന്നാണ് അർത്ഥം. ശോധനം ശുദ്ധിയാക്കലാണ്. ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മാലിന്യം കളയുക. ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ മാലിന്യം കളയലാണ്.
മാലിന്യം കളയുന്ന രീതികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. മാലിന്യം എങ്ങനെയൊക്കെ കളയാന്നുള്ളത്. മാലിന്യം എങ്ങനെയൊക്കെ പോവാ? മലമൂത്ര വിസർജനം, വിയർപ്പ്, മലം എന്ന് പറഞ്ഞാലേ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നത് മാത്രമല്ല മലം. കണ്ണിന് മലമുണ്ട്, കാതിന് മലമുണ്ട്, മൂക്കിന് മലമുണ്ട്, തലച്ചോറിന് മലമുണ്ട്, ഓരോ കോശത്തിനും മലമുണ്ട്. നമ്മളെ പറഞ്ഞിട്ടുള്ള എന്താ, നമ്മളുടെ പ്രകൃതിയുടെ ഒരു ചെറിയ രൂപമാണ് നമ്മുടെ ശരീരം, ചെറിയ പതിപ്പാണ്. നമ്മളുടെ തന്നെ ഒരു ചെറിയ പതിപ്പാണ് നമ്മളുടെ ഓരോ കോശങ്ങൾ. അതിന് ഈ പറഞ്ഞ പോലെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ബുദ്ധി, വയറ്, അതിന് മലമുണ്ട്. അപ്പോൾ എല്ലാ കോശങ്ങളും ഓരോ ജീവികളാണ്. ഈ കോശങ്ങൾ ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടാവുന്നത്, ടിഷ്യൂ ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാവുന്നത്, ഓർഗൻസ് ചേർന്നിട്ടാണ് സിസ്റ്റം ഉണ്ടാവുന്നത്. ഒരു സിസ്റ്റം, ബ്രീത്തിങ്, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈ സിസ്റ്റങ്ങൾ ചേർന്നിട്ടാണ് ശരീരം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ ഈ ഓരോ കോശങ്ങൾ അടങ്ങിയതിനെയും എല്ലാറ്റിനെയും ഒരുമിച്ച് നിർത്തിയിരിക്കുന്നത് നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. ഇതിനെയൊക്കെ പിടിച്ച് ഒരുമിച്ച് നിർത്തി നമ്മുടെ ഷേപ്പാക്കി നിർത്തിയിരിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തിരിയുന്നുണ്ടല്ലോ, അതിനെ പിടിച്ച് നിർത്തിയിട്ടുള്ളത് സെൻട്രലിലുള്ള സൂര്യനല്ലേ. അതേപോലെ സെൻറ്ററാണ് നമ്മുടെ ബുദ്ധികേന്ദ്രം, നമ്മുടെ ആജ്ഞാകേന്ദ്രം. അപ്പോൾ ഈ ഓരോ കോശത്തിനും മലമുണ്ട്. ആ മലം ഓരോ കോശം ശുദ്ധാക്കണം. അതിലേക്ക് വരാം. അപ്പോൾ മാലിന്യം ഉണ്ടെങ്കിൽ രോഗമുള്ളൂ, മാലിന്യം ഉണ്ടെങ്കിൽ രോഗമുള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു. ഒരു മിനിറ്റ് കേട്ടോ, അല്ലെങ്കിൽ അതൊന്ന് മാലിന്യം ഉണ്ടെങ്കിലേ രോഗമുള്ളൂ. അപ്പോൾ മാലിന്യം കളയുക, ശുദ്ധമാക്കുക എന്നുള്ള മാലിന്യം കളയുക. അതിൽ ആദ്യത്തെ മാലിന്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് മലം തന്നെയാണ്. വയറ് ശുദ്ധിയാക്കുക, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓരോന്നായിട്ട് പഠിച്ചു. ഭക്ഷണത്തിൽ കൂടെ ആദ്യം ശ്രമിക്കുക. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ വയറ് ശുദ്ധമാവാൻ? പേരക്കായ, പിന്നെ മുരിങ്ങക്കായ, പിന്നെ നമ്മളുടെ അത് മെഡിസിനിലേക്ക് കടന്നു. അതിന് മുമ്പ് ഭക്ഷണങ്ങളായിട്ടുള്ളത് പേരക്കായ, മുരിങ്ങക്കായ, ഇലക്കറികളെല്ലാം. പിന്നെ അതിൽ ഏറ്റവും നല്ല ഇലയാണ് സാറ് പറഞ്ഞ വെള്ളത്തിൽ കൊഴുപ്പച്ചീര ഉണ്ട്, സാമ്പാർ ചീരയുണ്ട്, തഴുതായ്മ, സാമ്പാർ ചീരയും കൊഴുപ്പച്ചീരയും കുറച്ചും കൂടി നന്നായിട്ട് മോശം തരുന്നില്ല. വഷളച്ചീര ഉണ്ട്, ഞാൻ പരിചയമില്ല ആളെ. അപ്പോ ഇലക്കറികൾ അപ്പൊ മാക്സിമം ശുദ്ധാക്കുക, മാലിന്യം പുറന്തള്ളുക. എല്ലാ അവയവങ്ങളുടെയും ഓരോ കോശത്തിന്റെയും മലം പുറന്തള്ളുക എന്നുള്ളതാണ് കോശശുദ്ധിയിൽ ഉദ്ദേശിക്കുന്നത്. ഈ കണ്ണ്, കാത്, മൂക്ക്, ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിന്റെ മലം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഇത് കളയാനായിട്ടാണ് നമ്മളുടെ ശ്വാസത്തിൽ കൂടെയാണ് ഇതിന്റെ മലം പുറത്തു പോവുക. അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മളുടെ എക്സസൈസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ശ്വസനക്രിയകൾ. വയർപ്പിൽ കൂടെ നമ്മൾ പറഞ്ഞില്ലേ, ഉപ്പും പുളിയാണ് പുറത്തു പോകുന്നത്. ഈ തലയുടെ എല്ലാ മാലിന്യവും, ഇവിടെ 2 അറകളുണ്ട്, ആകാശം എന്ന് പറയും. ഇവിടെ ഒരു ആകാശൻ്റെ ഉള്ളിൽ അതിലേക്ക് ഇടിഞ്ഞിറങ്ങും കണ്ണിൻ്റെ മലം, കാതിൻ്റെ മലം, 2 ബ്രെയിനിൻ്റെ മലം, ഇതെല്ലാം ഇവിടേക്ക് ഇറങ്ങിയിട്ട് ശ്വാസത്തു കൂടിയാണ് പുറത്ത്. ഇവിടെ ഒരു വലിയ സ്പേസ് ഉണ്ട് ഉള്ളിലേക്ക്, പുറത്തേക്ക് വിടുന്ന ശ്വാസത്തു കൂടെ അത് പുറത്തു പോകും. അഥവാ പോയില്ലെങ്കിൽ അവിടെ വരുന്ന മാലിന്യം കെട്ടിയിരുന്നാൽ അവിടെ ചെറിയ സൂക്ഷ്മജീവികൾ വരും. അപ്പോൾ ഇൻഫെക്ഷൻ പോലെ നമുക്ക് തോന്നും. പിന്നെ തുമ്മല്, ചുമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും.
അപ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂട്ടി അതിനെ കത്തിച്ച് കളയാൻ നോക്കും. അതിനെ കൂടുതൽ ഈസി ആയിട്ട് പുറത്ത് കളയണമെങ്കിൽ അതിന് ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി ശരീരത്തിന്. അപ്പോഴാണ് നമുക്ക് പനി വരുന്നത്. അപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം ഇടിഞ്ഞിറങ്ങിയിട്ട് ഇവിടെ വന്ന് ഇവിടെ ഒരു കാവിറ്റി ഉണ്ട്, ആ കാവിറ്റിയിൽ വന്നിട്ടാണ് പുറത്ത് പോവുക. ഇത് ഇടിഞ്ഞിറങ്ങണമെങ്കിൽ ആദ്യം വേണ്ടത് വയറ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇളക്കിയാലാണ് ഈ തലയുടെ മാലിന്യം ഇറങ്ങി വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വയറിളക്കിയിട്ട് കയ്യൊന്ന് നീരൊഴിക്കുക എന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയറിന്റെ ശോധന ശരിയായാൽ മാത്രമേ ബാക്കിയുള്ള മാലിന്യങ്ങൾ പോവുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു ഗതി മേലോട്ട് എന്ന് പറയും ആയുർവേദം, ഗതി മേലോട്ട് എന്ന് പറയും. അപ്പൊ അത് ഇറങ്ങില്ല, ഇടിഞ്ഞിറങ്ങില്ല. ഇതൊന്നും ഇടിഞ്ഞിറങ്ങില്ല ഇവിടെ നിന്നിട്ട്. അപ്പോഴാണ് തലവേദന. അതുകൊണ്ടാണ് പറയുന്നത് മലബന്ധം എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ രോഗത്തിനും കാരണമാണ്. ഏതൊരു രോഗി ഇപ്പൊ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എല്ലാ നമുക്കൊരു ഇപ്പൊ ദയാൽ സാർ തന്നെ പറയും, ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, ചില രോഗം എന്താന്ന് പിടികിട്ടില്ല. പക്ഷെ രോഗകാരണം അറിയാലോ, മാലിന്യമാണ് രോഗകാരണം എന്നറിയാം. അപ്പൊ അയാളെ മാക്സിമം ശുദ്ധാക്കുക, വയറിളക്കുക, വേർപ്പിക്കുക, കയ്യൂന്നി നീരൊഴിപ്പിക്കുക. പിന്നെ നമുക്ക് ഏതൊക്കെയാ വേറെ ഉള്ളത്? ലങ്സ് ക്ലീൻ ചെയ്യുക, മത്തങ്ങ പച്ചയ്ക്ക് മത്തങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ലങ്സിന് നല്ലതാണ്. അതുപോലെ രക്തശുദ്ധി, എന്താ മുരിങ്ങക്കായ ഉണ്ട്, കുടിവെള്ളത്തിൽ ചേർക്കാനുള്ളത് പറഞ്ഞില്ലേ, പതിമുഖവും നിറഞ്ഞിട്ടുണ്ട്. രക്തശുദ്ധിക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ എക്സസൈസ് നല്ലോണം ചെയ്ത് കഴിഞ്ഞാലും പോവും. അത് അതെ, ഒരു തുമ്മുന്നത് തന്നെ ഇത് കളയാൻ വേണ്ടിയിട്ടാണ്. ശരീരം മാലിന്യം കളയാൻ വേണ്ടിയിട്ടാണ് തുമ്മുന്നത്. 180 കിലോമീറ്റർ സ്പീഡിൽ വായുവിനെ പുറത്തേക്ക് തള്ളുകയാണ് ശരീരം. അപ്പോ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളത് എക്സസൈസ് ആയാലും തുമ്മലായാലും, ഞാൻ ഇവിടെ പറഞ്ഞോന്നറിയില്ല, സ്പ്രേ പെയിന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പ്രേ പെയിന്റിങ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയോ? ഒരു ഓസ് കൂടെ എയർ ഭയങ്കര ഫോഴ്സിൽ പോകും. എയറിന്റെ പ്രഷർ ഉണ്ടായല്ലോ, നല്ല ഫോഴ്സിൽ എയർ പോകും. അതിന്റെ അടിയിൽ ഈ നോസിലിന്റെ ചോട്ടിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പെയിന്റ്, വളരെ കുറച്ച് പെയിന്റ് ഉണ്ടാവുള്ളൂ അതിൽ. പക്ഷെ ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ പറ്റും, കാരണം സ്പ്രേ അല്ലേ. ഈ പെയിന്റ് പുറത്തേക്ക് പോകാൻ കാരണം ഈ എയറിന്റെ ഫോഴ്സാണ്, വെഞ്ചുറി എഫക്റ്റ് എന്ന് പറയും. ഈ എയറാണ് ഈ പെയിന്റിനെ കൂടെ സക്ക് ചെയ്തിട്ട് പുറത്തേക്ക് കളയണത്, സ്പ്രേ ആക്കി പുറത്തേക്ക് വിടുന്നത്. അപ്പൊ നമ്മളുടെ ശ്വാസോച്ഛ്വാസം കുറച്ച് ശക്തിയിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്വാസം വിടുന്നത് എന്ന് പറഞ്ഞ ശക്തിയിൽ വിടുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ളതിനൊക്കെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. അതാണ് നമുക്ക് ചുമ വരുന്നത്, അത് ഇളകാണ്. നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞ് ചുമയ്ക്കുമ്പോൾ ഇതിനെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പൊ അത് കുറച്ച് പുറത്ത് വന്നവരൊക്കെ ചുമച്ച് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശരീരം. അതാണ് ചുമക്കുന്നത് നമ്മൾ. ചെലവ് ചെയ്യണമെന്ന്, ചെലവ് ചെയ്യണമെന്ന്. തുമ്മല് പോയില്ലേ? അത് ഇന്ന് അതിനാണ് ഇന്ന് കൊണ്ടുവന്നത്, ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ കൊണ്ടുവരണം. അവസാനത്തേക്ക് എത്തിയിട്ടില്ല നമ്മള്. അല്ലല്ല, അതല്ല എഫക്ട് ചെയ്തിട്ടില്ല. നമ്മളുടെ ശ്വാസം പുറത്തേക്ക് വിടുന്ന എക്സസൈസ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എഫക്ട് ഉണ്ടല്ലോ, നമ്മൾ ഓരോ സ്ട്രോക്ക് എടുക്കുമ്പോഴും ശക്തിയായിട്ട് പുറത്തേക്ക് എക്സസൈസ് ചെയ്യണം. നമ്മുടെ തുമ്മളിന് ഈക്വൽ ആയിട്ട് ഭയങ്കര പവറാണ്. ഒരു സ്ക്വയർ ഇഞ്ചിൽ PSI എത്ര പ്രഷർ വരുന്നു തുമ്പും, അത് എത്ര സ്പ്രേ ചെയ്യുന്ന അകലേക്ക് മറ്റുള്ളവർക്ക് എഫക്ട് ചെയ്യും. അത് വലിയ ബുദ്ധിമുട്ടാണ്, തവലിട്ട് പൊന്തിക്കാൻ പറ്റില്ല.
അപ്പൊ നമ്മൾ ഈ എക്സസൈസ് 20 സ്ട്രോക്ക് അടിക്കുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കുക. എന്താ കാര്യം, നമ്മളൊക്കെ ചെറുപ്പമാണ്. അപ്പൊ ഇത് പുറത്തേക്ക് വിടുമ്പോൾ നമ്മളുള്ള ടോക്സിൻ മുഴുവൻ ഡീടോക്സിനേഷൻ ആവും. നമ്മൾ കാരണം കണ്ടുപിടിക്കാനാണ്, വെറുതെ തുമ്മിപ്പോയെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി ഒരു 10 സെക്കൻഡ് ചെയ്താലും മതി. ഒരു 3-4 സ്ട്രോക്ക് ചെയ്താൽ ഇത് വരില്ല, അത് ജലദോഷം വരില്ല. അതിപ്പോ പോകുമ്പോൾ ആദ്യം മൂക്കട്ട പുറത്ത് വരും, ഓക്കെ, അതും പുറത്ത് വരും. ആദ്യം പിഴ വരുന്നതാണ്, അത് വരണം. കാലത്ത് എൻഡ് കഴിഞ്ഞ പിഴ, കാലത്ത് ടോക്സിനാണ്. അപ്പോ ലങ്സിലെ മാലിന്യം കളയണത് നമ്മൾ പഠിച്ചില്ലേ, മത്തങ്ങ കഴിക്കുക എന്നുള്ളത്. കിഡ്നിയിലെ മാലിന്യം കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല അല്ലേ? കിഡ്നി റേഡിഷ് കഴിക്കുക, അത് യൂറിനറി ഇൻഫെക്ഷന് ഒറ്റമൂലിയാണ്. റാഡിഷ് കഴിച്ചാലേ യൂറിനറി ഇൻഫെക്ഷൻ മാറുള്ളൂ. ചെറുളയുടെ അല്ലെങ്കിൽ റാഡിഷ് വേവിക്കാതെ കഴിക്കണം. എന്ത് റാഡിഷോ? ഇല്ല, അത് പറഞ്ഞ പോലെയാണ്. നമുക്ക് സലാഡ് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ സലാഡ് പോലെ ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം, എന്തെങ്കിലും മിക്സ് ചെയ്ത്. ചെറുളര അരച്ച് നാളികേര വെള്ളത്തിലോ ഇളനീര് വെള്ളത്തിലോ കഴിക്കാം. വേറെ അല്ലല്ലോ. ചെറുളയും ഇതുമാണ്. കുക്കുംബർ ജ്യൂസിൽ കുടിക്കാം, നാളികേര വെള്ളത്തിൽ കഴിക്കാം. അത് യൂറിൻ പോവാനല്ലേ? കിഡ്നി യൂറിൻ അധികം പോകാൻ വേണ്ടിയിട്ടേ ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങയില്ലേ, ചെറുനാരങ്ങ അരിയുക, ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയിൽ അടിക്കുക. ചെറുനാരങ്ങ അങ്ങനെ തന്നെ മിക്സിയിൽ അടിക്കുക, അരിച്ചെടുക്കുക, അത് കുടിക്കുക. യൂറിൻ നല്ലോണം പോകും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറുനാരങ്ങ അരിഞ്ഞിട്ട് മിക്സിയിൽ അരിച്ചെടുത്ത് കുടിക്കുക. അരിച്ചെടുത്ത് കുടിക്കുക, എല്ലാം കൂടിയിട്ട് അടിക്കുക. കുരു കളയാം, എടുത്തു വെക്കരുത്. ഒരു 5-6 ഒരുമിച്ച് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കരുത്. ഓരോ സമയത്ത് ലൈം ജ്യൂസ് പറഞ്ഞിട്ടില്ല. അത് ഇലമുളച്ചിയാണോ പറയുന്നത്? ഇലമുളച്ചി ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അത് ഇല മുഴുവൻ കൊഴിഞ്ഞു പോയിരിക്കുക. റാഡിഷ് പച്ചക്ക് കഴിക്കണം, വേവിക്കാതെ കഴിക്കണം. പച്ചടി വെച്ച് കഴിച്ചാൽ മതി. പച്ചടി എന്നല്ലേ പറയാ, പച്ചടി വെക്കില്ലേ? അങ്ങനെ യൂറിനറി ഇൻഫെക്ഷനെ മരുന്നൊക്കെ കഴിച്ച് മാറ്റിയാൽ റാഡിഷാണ് അതിൻ്റെ ഒറ്റമൂലി. പിന്നെ ചെറുള, തഴുതായ്മയൊക്കെ നല്ലതാണ്. ചെറുകളുടെ എല്ലാം നീരെടുത്തിട്ടേ കുക്കുംബർ ജ്യൂസിലോ അല്ലെങ്കിൽ നാളികേര വെള്ളം, ഇളനീര് വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ഒരു 10-15 ഇല എടുത്തിട്ട് അത് അരച്ച് അതിൽ ചേർത്ത് കഴിച്ചാൽ മതി. കിഡ്നിയോ? റാഡിഷ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ചെയ്ത് നോക്കൂ അവരവരുടെ യുക്തി പോലെ. ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്, നാളികേരത്തിന്റെ വെള്ളം, ഇളനീരിന്റെ വെള്ളത്തിലൊക്കെ കഴിക്കാം. വാഴപ്പിണ്ടി നല്ലതാണ്. വാഴപ്പിണ്ടി മോഷൻ ഉണ്ടാവാൻ നല്ലതാണ്, കിഡ്നിക്കല്ല. പിന്നെ അത് വാഴ എന്ന് പറഞ്ഞത് ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൽക്കലൈൻ. മോരുണ്ടാക്കുന്നുണ്ട്. ബനാന സ്റ്റെമ്പ് പിഴിഞ്ഞ് രാധാകൃഷ്ണൻ ഡോക്ടർ തിരൂരുള്ള. അപ്പോൾ
പിന്നെ നമ്മൾ വയൽച്ചുള്ളി ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കില്ലേ, മൂത്രം ചാരാണ് പോകാനായിട്ട് വയൽച്ചുള്ളി ഉണ്ട്. പിന്നെ ഞെരിഞ്ഞില്, നമ്മുടെ കുടിവെള്ളം ഉണ്ടല്ലോ, ആ പേപ്പർ തന്നിട്ടുള്ളതിൽ അത് നല്ലതാ, യൂറിൻ പോകാൻ നല്ലതാണ്. പ്രമേഹദാശമി, ധാരാളം യൂറിൻ പോകും. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് രക്തശുദ്ധിക്ക് പഠിച്ചിട്ടുള്ളത് അല്ല, നേരത്തെ പറഞ്ഞില്ലേ, നിറനീണ്ടി, മുരിങ്ങക്കായ ചമ്മന്തിയാണ്, വേവിച്ചിട്ടല്ല. രക്തശുദ്ധി ഉണ്ടാവും. മുരിങ്ങക്കായുടെ കുറേ ഗുണങ്ങളുണ്ട്. മോഷനും ഉണ്ടാവും. മോഷൻ ഉണ്ടായില്ലെങ്കിൽ മുരിങ്ങക്കായുടെ അതിൻ്റെ എമൗണ്ട് കൂട്ടിയാൽ മതി, ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. മുരിങ്ങക്കായ ഒരുപാട് ഗുണങ്ങളുള്ളത്, നമുക്ക് അറിയാത്ത കുറേ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ പ്രകടമായിട്ടുള്ളത് മാത്രമാണ് ഈ പറയുന്നത്. അതുപോലെ പേരയ്ക്ക എന്ന് പറഞ്ഞാൽ വളരെ അമൂല്യമായിട്ടുള്ളൊരു സാധനമാണ്. വിറ്റാമിൻ സി. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മധുരജീവിയാണ്. ഇത്ര മധുരം ഇഷ്ടപ്പെടുന്ന ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ മധുരമുള്ള വിറ്റാമിൻ സി ആയിരിക്കുമല്ലോ കൂടുതൽ. വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ നെല്ലിക്കയിലാണ്. കഴിക്കാൻ സുഖമല്ല, കൂടുതൽ ശരീരത്തിന് അനുയോജ്യമായത്, നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായത് മധുരമുള്ള വിറ്റാമിൻ സി ആയിരിക്കും നമുക്ക് ഏറ്റവും. പേരയ്ക്ക. പിന്നെ 3-ാം സ്ഥാനത്താണ് നാരങ്ങ നിൽക്കുന്നത്. വര വര നമ്മുടെ ശരീരത്തിലത്തെ വര പോവല്ലോ. വര പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, എന്താ പറയാ, മാലിന്യം കളയിൽ മാത്രമല്ല, മോശമുണ്ട്, വര കളയുന്നുണ്ട്, വിറ്റാമിൻ സി ഉണ്ട്, പ്രതിരോധശേഷി കൂട്ടുന്നുണ്ട്. പിന്നെ ഉണ്ടാവും കുറെ കാര്യങ്ങൾ മുറിച്ച് കളയാന്ന് പക്ഷെ ഇപ്പോ ദയാൾ സാറ് ഇത് വിത്ത് ഇതല്ല, ദയാൾ സാറിന്റെ ഈ ചികിത്സ തുടങ്ങിയതിനു ശേഷം, ഇപ്പൊ തൃശ്ശൂരൊക്കെ വന്നതിന് ശേഷം ഹോമിയോ മരുന്നിന്റെ വില കൂടി, കാൽസ്യം ഫോസ്, മഗ്നീഷ്യം ഫോസിന്റെ വില കൂടി, പേരയ്ക്ക് ഡിമാൻഡായി, അതുപോലെ കുക്കുംബർ വില കൂടി, അവക്കാടോ സാറ് ചെയ്ത പണി. ആലപ്പുഴയിൽ അവക്കാടോ കിട്ടാനില്ല. ആൾക്കാരോട് പറയും അവക്കാടോ കഴിക്കാൻ പറയും. അപ്പോൾ അവക്കാടോ കിട്ടാനില്ല. ഇത് എവിടെയാ കിട്ടുകയെന്ന് ആർക്കും അറിയില്ല. അപ്പൊ സാറ് എന്ത് ചെയ്തെന്ന് വെച്ചാല് കുറച്ച് ആൾക്കാരെ സംഘടിപ്പിക്കും. ഓരോ കടയിൽ പോയിട്ട് ചോദിക്കുക അവക്കാടോ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും ഇല്ല എന്ന് പറയും. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഒരാളും കൂടി വിടും അപ്പൊ അയാള് 2 പ്രാവശ്യം വിളിച്ച് ചോദിച്ചപ്പോ അയാൾ ഡിസ്ട്രിബ്യൂട്ടറെ വിളിച്ചു, ഇങ്ങനെ ഒരു സാധനം ചോദിക്കേണ്ട എന്താ സംഭവം എന്ന്. പിന്നെ 3ാമത്തെ ആള് പോയിപ്പോ പറഞ്ഞു അത്ര ഇപ്പൊ കഴിഞ്ഞോളോ വരുമ്പോ പറയാന്ന് പറഞ്ഞത്ര ചോദിപ്പിച്ചു. അത് വാട്ടർ സോളിബിൾ ഫാറ്റാണ്. അത് എത്ര കഴിച്ചാലും കുഴപ്പമില്ല. അധികം ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം യൂറിനിൽ കൂടെ പുറത്തേക്ക് കളയും. അത് പുറന്തള്ളും. അത് കെട്ടിന്നത് ദോഷം ചെയ്യില്ല. വയനാട്ടിൽ ധാരാളം പണ്ടത്തെ കാലം തൊട്ടുള്ളതാ, പഴയ മരങ്ങൾ വയനാട്ടിലുള്ളത്. പട്ടിപ്പഴം എന്ന് അവർ പറയാം. പട്ടി തിന്നിറന്നു. അതിനെ അറിയായിരുന്നു ഇത് നല്ലതാണ് നമുക്ക്. ഞാൻ എന്നോട് നാട്ടിൽ പറഞ്ഞു 3 നാട്ടിലൊക്കെ പോയിട്ട് ചേർത്തലൊരു കടയിൽ പോയിട്ട് അവർക്ക് 3 വാങ്ങിച്ച് കൊണ്ടുപോയി. 3 ദിവസം ഓരോന്നിനും കഴിച്ചു. അപ്പൊ എന്തോ ഒരു വല്ലാത്ത ആരോഗ്യം. അടുത്ത ശനിയാഴ്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആദ്യം എന്നപ്പോൾ മാഷ് വേഗം സത്യത്തിൽ നേടാം. മാഷ് മുമ്പാണ് താമസിച്ചത്.
ശരിക്കും നമസ്കരിച്ചു നമസ്കരിച്ച് മാറ്റം ഇത് വളരെ സന്തോഷമായി. ആ അവകാശം അതാ പറഞ്ഞ അങ്ങനല്ല. അപ്പൊ അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ മാറ്റി കൊടുത്തു. തീരെ വയ്യാത്ത അവസ്ഥയാണ്. തീരെ വയ്യാത്തോ എട്ടുണ്ടോ. അപ്പൊ അവക്കട കഴിച്ചിട്ട് ആവുള്ളൂ മാറ്റം. അപ്പൊ എത്ര എണ്ണം കഴിച്ചു, എത്ര കഴിച്ചു? ഞാൻ അത് മാറ്റി കണ്ടിരുന്നു. ഒരെണ്ണം വീതം പോകുന്നു. അതെന്നെ വിഷ്ണു വയസ്സാസവും ആ 5-1 കഴിക്കുക. അത് ആ 4 കഴിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ കൂട്ടാനേ പാടില്ല. അപ്പൊ ആദ്യം കഴിക്കുന്നതല്ല നമ്മുടെ കപ്പാസിറ്റി. അത് എല്ലാവർക്കും ഉണ്ടാവില്ലേ ചിലപ്പോ. വിഷ്ണു ചേട്ടന്റെ വയറിന് പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. ഞാന് അവക്കാടോ 1 കിലോ എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ടാവും. ഒരു 1-200 1-400 ഒക്കെ വരും 3 അവക്കാടോ മേടിച്ചാല്. അത് എന്നിട്ട് ഞാൻ ഇത് മേടിച്ചുകൊണ്ട് വരും. ഇത് നമ്മുടെ കരിമ്പിൻ ജ്യൂസ് മേടിച്ചുകൊണ്ട് വരും. കരിമ്പിൻ ജ്യൂസും ഇതും പിന്നെ ഒരു നേന്ത്രപ്പഴം കൂടി അടിക്കും. ഒരെണ്ണം ഒരു ദിവസം ഒരു അത് കാലത്തോട്ട് വൈകുന്നേരം വരെ അത് കഴിക്കും. ആ ഉച്ചയ്ക്കും വൈകുന്നേരം ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ഇത് നേന്ത്രപ്പഴവും ഇതും കൂടി മിക്സ് ചെയ്ത് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കരിമ്പിൻ ജ്യൂസ് ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടെന്ന് കേടുവരും. കളർ മാറും, ടേസ്റ്റ് ഒക്കെ മാറും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ അതിൽ കുറച്ച് സിട്രിക് ആസിഡ് ഉണ്ടല്ലോ, നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് കേട് വരില്ല. ഒരു ദിവസമൊക്കെ ഇരിക്കും. പിറ്റേ ദിവസത്തേക്ക് നാശം. പിന്നെ എടുത്തു വെച്ചാൽ അവക്കാടോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഷെയ്ഡ് വരില്ലേ, ബ്രൗൺ കളർ ഒരു കോട്ടിങ് വരും. പിന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനി മരുന്ന് നമ്മളെ കുറച്ച് ഇപ്പം ഫ്രൂട്ട്സ് അല്ലേ നോക്കിയത്, നമ്മള് മരുന്നുകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മരുന്നുകൾ ഇനി ഏതൊക്കെ കഴിക്കാം? വയറിന്ന് പോകാനായിട്ടുള്ള മരുന്നുകൾ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ വീടുകളിൽ കഴിക്കുന്ന അഭിപത്തിപ്പൊടി, ത്രിഫല ചൂർണം, അഭിപത്തി ചൂർണം. അതിൽ അഭിപത്തി ചൂർണം കുറച്ച് മധുരം ഉണ്ട് അതിൽ. അത് ഷുഗർ രോഗികൾ കഴിക്കരുത്. അഭിപത്തി കോഷ്ഠശുദ്ധി, ശോധനത്തിലെ കോഷ്ഠശുദ്ധി. അത് ഗോപിയേട്ടന് അല്ല, ഇവിടെ കൊടുങ്ങല്ലൂരിൽ വരുന്ന അതിൽ ഇപ്പൊ നമ്മൾ ഒരാളുടെ ശരീരം നോക്കിയിട്ട്, ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാല് അയാളുടെ പ്രകൃതം നോക്കിയിട്ടാണ് നമ്മൾ പറയാ. അവരുടെ ശരീരപ്രകൃതം നോക്കിയിട്ട്. ഇപ്പൊ ഒരു ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ എത്ര അതിന്റെ കണ്ടന്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ലല്ലോ. അതിപ്പോ എത്ര ഗുളിക, 1 എണ്ണം കഴിക്കണോ 2 എണ്ണം കഴിക്കണോ എന്നുള്ളത് നമുക്കറിയില്ല. എനിക്കറിഞ്ഞൂടാ. തുള്ളികളാകുമ്പോ നമുക്ക് 4 തുള്ളി ചെറിയ കുട്ടിക്ക് കൊടുക്കും, അല്ലെങ്കിൽ 6 തുള്ളി കൊടുക്കും, 8 തുള്ളി കൊടുക്കും എന്ന് പറയാം. ഗുളിക ആകുമ്പോ നമുക്ക് അതിന്റെ എത്ര മാത്രം അറിയില്ല. ത്രിഫല ചൂർണം, അഭിപത്തി ചൂർണം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കരുത്. ഓരോന്ന് തന്നെ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ 1 സ്പൂണ് കുടിക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളത്തിൽ രാത്രി കിടക്കുമ്പോൾ കഴിക്കുക, കലക്കി കുടിക്കുക. 1 സ്പൂൺ കഴിച്ചാൽ മതി. ചൂടുള്ള വെള്ളത്തിൽ കലക്കി കുടിക്കുക രാത്രി കിടക്കുമ്പോൾ. ഏതെങ്കിലും ഒന്ന് കേട്ടോ, ത്രിഫല ചൂർണോ അഭിപത്തി ചൂർണോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2 ഗ്ലാസ് ചൂടുള്ള വെള്ളം കൂടെ കുടിക്കുക. ഇതെല്ലാ ദിവസവും വേണ്ടല്ലോ. വയറ് മോഷന് വേണ്ടി കഴിക്കുന്ന ദിവസം മാത്രം മതി. വയറിളക്കലല്ല, മോഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിപ്പോ നമ്മള് മരുന്ന് തലത്തിലേക്ക് കടന്നു. എന്നിട്ട് സാറ് പറയണ ഒരു കാര്യമുണ്ട്, ഇതും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ, ഇപ്പൊ ഭക്ഷണം നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ച് നോക്കി, അത് പറ്റാത്തത് കൊണ്ടാണ് ത്രിഫല ചൂർണോ അല്ലെങ്കിൽ അഭിപത്തിപ്പൊടിയോ കഴിക്കുന്നത്. എന്നിട്ടും പോയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഇതിൽ ഐഡിയ ഉണ്ടോ? അല്ല, അത് ഇളക്കാനല്ലേ.
ഇത് മോഷൻ കിട്ടാനായിട്ട്. അല്ല, ഞാൻ വിചാരിച്ചു ഇതിന്റെ ക്വാണ്ടിറ്റി കൂട്ടാനാവുന്ന വിചാരിച്ചത്. അപ്പൊ സാറ് പറയണത് അങ്ങനെയല്ലാന്ന്, വയറിനോട് വാശി പിടിക്കുക. ഇനി മോഷൻ സംഭവിച്ചാലേ ഞാൻ ഈ ഭക്ഷണം അകത്തേക്ക് ഇടുള്ളൂ എന്ന് ഒരു സമരം വയറിനോട് പറയണം. നമ്മള് ഉള്ളിൽ ശിക്ഷ എടുത്തിട്ട് മുന്നാണ്ടിരുന്ന പോലെ വയറിനോട് പറയണം, മര്യാദക്ക് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണം അകത്തേക്ക് ഇടില്ല. ഒന്നും പറയണ്ട, ഒന്നും തരില്ല. അപ്പൊ താനെ പൊക്കോളെന്ന് പറഞ്ഞു. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ശരിയാണല്ലേ? ഉണ്ടല്ലേ? എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ആദി വേണ്ട. ത്രിബല ആദി, കോട്ടക്കലിന്റെ ഒക്കെ ത്രിബല ആദിയാണ്. ത്രിബല ആദിയില് വേറെയും കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അത് വേണ്ട, ത്രിബല മാത്രം എടുക്കുക. ത്രിബല സാറ് പ്രൊമോട്ട് ചെയ്യുന്നത് ഔഷധിയുടെ മരുന്നുകളാണ്. അത് ഇളക്കാനായിട്ട്. വയറിളക്കാൻ. ഇതൊന്നും പറ്റിയില്ലെങ്കിലാണ് പിന്നെ വയറിളക്കണം. മാസത്തിൽ ഒരിക്കലെങ്കിലും വയറിളക്കുക. അങ്ങനെ ഒരു 2-3 മാസം മാസത്തിലൊരിക്കൽ വയറിളക്കി അതിനൊരു താളുണ്ട്. നമ്മളുടെ മോഷനായാലും നമ്മുടെ ഒരു ഹൃദയതാളം പോലെ തന്നെ അതിനൊരു താളുണ്ട്. കുടലിന് ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇത് ഭക്ഷണത്തിനെ തള്ളി പുറത്തേക്ക് കളയുന്നതിനൊരു താളുണ്ട്. അപ്പൊ ആ താളം വീണ്ടെടുക്കൽ തന്നെയാണ് സംഭവം. അപ്പൊ മാസത്തിലൊരിക്കലേ ഇത് അവണക്കെണ്ണ, എന്താ പറയാ, ചിന്നാമുക്കി ശ്രമിക്കാം, അല്ലെങ്കിൽ ബാലസുധ. ചുന്നാമുക്കി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ, ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു നുള്ള് ഇങ്ങനെ 2 പേർ. ഇല്ല, സുന്നാമുക്കി വരെയുള്ളത് കൊടുക്കാം. മറ്റേതാണ് ബാലസുധയാണ് മാസത്തിലൊരിക്കല്. അത് ആയുർവേദക്കാര് എനിക്ക് തോന്നുന്നു അത് മരുന്നായിട്ട് അവർ ഉപയോഗിക്കണം, ബാലസുധ. പക്ഷെ അത് വിഷമാണ് സംഭവം. ആയുർവേദ ടാബ്ലറ്റ് ഉണ്ട്, ഒരു ടാബ്ലറ്റിന് 50 രൂപ. ബാലസുധ ടാബ്ലറ്റ് ഓർഡറിന് 10 രൂപ. എന്താണോ അത് ശരിക്കും പറഞ്ഞാലേ ബാലസുധയല്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അവണക്കെണ്ണ തന്നെയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അവണക്കെണ്ണയാണ്, അത് തന്നെയാണ് ബാലസുധ. അല്ലേ? ഈ ചായയിലും കാപ്പിയിലും കലക്കി കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചൂടുവെള്ളത്തിലായാലും മതി. ചെറുതായിട്ട് വയറുവേദന എടുക്കുന്നത് പറ്റാത്ത വേറെ ദോഷമൊന്നുമില്ല. ചില ശരീരത്തിൽ പറ്റാത്തത് വയറുവേദന കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് ചായയിലോ കാപ്പിയിലോ കഴിക്കാൻ ഞാൻ സജഷൻ എൻ്റെ ഐഡിയ എന്താ വെച്ചാൽ രാവിലെ 4 മണി 4:30 നേരത്ത് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഉണ്ടാക്കി അതിലെത്ര തുള്ളിയാണോ പറഞ്ഞിട്ടുള്ളത് അത് കുടിക്കുക. അപ്പൊ രാത്രിയിലത്തെ ഉറക്കം കിട്ടും നമുക്ക്. അതുകൊണ്ടാ പറഞ്ഞേ, രാവിലെ 4 മണിക്കോ 4:30 കഴിച്ചാല് നമുക്ക് രാത്രിയിലത്തെ ഉറക്കം സുഖമായി കിട്ടും. അല്ലെങ്കിൽ ഉറക്കവും പോവും, വയറിളക്കിയിട്ടുള്ള ക്ഷീണവും വരും. ഭയങ്കര ബുദ്ധിമുട്ടാ, തളർന്നു പോകും മനുഷ്യൻ. ഞാൻ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടിരുന്നുണ്ട് ടോയ്ലറ്റില്. ആദ്യത്തെ ട്രയല് ഒരു രക്ഷയില്ല. ശരിക്കും പക്ഷെ അത് അല്ല, ഇത് നമ്മൾ അതിനല്ല ആദ്യം നമ്മൾ ട്രൈ ചെയ്തത് ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ കൂടെ ചെയ്യാം, പിന്നെ കുറച്ച് മെഡിസിൻസ് കൂടെ ചെയ്ത് നോക്കുക. എന്നിട്ടും ശരിയാവണമെങ്കിൽ അവസാനത്തെ കൈയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ORS കരുതുക എന്നുള്ളത്. ORS കരുതിയിട്ടാണ് ബാലസുധ മേടിക്കുമ്പോൾ ORS കൂടെ മേടിച്ചിരിക്കണം. ഓരോ പ്രാവശ്യം പോയി വരുമ്പോഴും അത് ഓരോ ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാവും.
അതിൻ്റെ വ്യത്യാസം അപ്പം തന്നെ അറിയാൻ പറ്റും. നമ്മൾ തളർന്ന് വന്നിട്ട് ഒരു ഗ്ലാസ് കുടിക്കുമ്പോഴേ അപ്പം വ്യത്യാസം അറിയാൻ പറ്റും. ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ പണ്ടത്തെ, ഇപ്പോൾ പഴനിയിലത്തെയൊക്കെ വിഗ്രഹം പണ്ട് 6 വിഷങ്ങളുടെ ഒരു കൂട്ടായിരുന്നു അത്ര. അല്ല 6 അല്ല 9 നവപാഷാണം. ചേർത്തിട്ടാണ് അത് ഉണ്ടായിരുന്നത്. എന്നിട്ട് അത് തോണ്ടി എടുത്തിട്ട് ഇല്ലാണ്ടായിട്ടാണ് സത്യം തരുമോ ഗുരുക്കള് കാണാൻ പോകുമ്പോഴേ കാശികള് പോയിട്ട് അതാണ് അതിന് അഭിഷേകം അല്ലെങ്കിൽ കഴുകി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോശം നന്നായിട്ട് കിട്ടിയിരുന്നു. ആ കൂട്ട് ഇപ്പൊ ആർക്കും അറിയില്ല. പോയി സംസ്കൃതം അർത്ഥം ചോദിച്ചു. ശീല. കോശശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അടുത്തത് കോശശുദ്ധിയാണ്. കോശശുദ്ധി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ കോശവും ഓരോ ജീവിയാണ്. അപ്പം ആ ഓരോ ജീവിയും ശുദ്ധാവണം. അതിന് ഏറ്റവും എളുപ്പമുള്ളതാണ് എന്താ? വേർപ്പിക്കൽ. അതിന് നാരങ്ങ തൈലം, പരിണിത ക്ഷീര കേര തൈലം, ക്ഷീരതൈലം എന്നും പറയും. പിന്നെ ജംബീര തൈലം. കഴിക്കാനില്ല, അത് തൈലം, എണ്ണ. നാരങ്ങ തൈലം പോയിട്ടില്ലേ സ്റ്റീം ബാത്തിന്? അതിന് പകരമുള്ള സാധനങ്ങളാണ്. ജംബീര തൈലം, പരിണിത ക്ഷീര ജംബീര തൈലം, പരിണിത കേര ക്ഷീര തൈലം. അത് രോമകൂപങ്ങളെ തുറക്കാൻ വേണ്ടിയിട്ടാണ് വേർപ്പിക്കണത്. എന്നോട് ആരാ ചോദിച്ചത്? ഇയാളെ തന്നെ. അത് അതിലത്തെ മാലിന്യം കളഞ്ഞിട്ട് വേഗം തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത്. ആ സ്റ്റീം ചെയ്യുന്ന വെള്ളത്തിൽ നാരങ്ങ അരിഞ്ഞിട്ടുള്ളത് നല്ലതാണ്. അപ്പോൾ ആ നാരങ്ങയുടെ ആ സാധനം കൂടെ വേപ്പറിൽ കൂടെ വരും, എസൻസും കൂടെ. ദയാൽ സാറേ വേർപ്പിക്കുന്നത് 3 കേസുകൾക്ക് നിർബന്ധമായിട്ട് പറയും. 3 രോഗങ്ങൾക്ക് നിർബന്ധമാണ്. സ്കിൻ ഡിസീസസ് അല്ലെങ്കിൽ സോറിയാസിസിനൊക്കെ വേർപ്പിക്കണം. പിന്നെ അതന്നെ ത്വക്ക് രോഗം, ക്യാൻസറും കിഡ്നിയാണ്. ക്യാൻസർ രോഗികൾക്ക് പറഞ്ഞില്ലേ, എഴുതിയില്ലേ നമ്മൾ സോഡിയം ബേസ്ഡ് സെൽ ഇൻ ആൻ ആസിഡിക് സിറ്റുവേഷൻ. അപ്പോൾ അതിൽ വേർക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നത് സോഡിയം ആസിഡിറ്റിയാണ്. പിന്നെ കിഡ്നി രോഗങ്ങൾക്ക് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കിഡ്നിയുടെ ജോലി സ്കിന്നിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. നമുക്കിപ്പോൾ യൂറിൻ പോകുന്നില്ലെങ്കിൽ കൂടുതൽ ജലം അല്ലെങ്കിൽ ശരീരത്തിലെ മാലിന്യ ജലം പുറത്തേക്ക് കളയാൻ സ്കിന്ന് ഉപയോഗിച്ചിട്ട് വേർപ്പിച്ച് കളയാം. കാരണം കിഡ്നി രോഗികൾക്ക് വെള്ളം കുടിക്കരുതെന്ന് പറയാം ഡോക്ടർ. കിഡ്നിക്ക് ലോഡ് കൂടും. പക്ഷെ വെള്ളം കുടിച്ചില്ലെങ്കിൽ മാലിന്യം പോകില്ല. അപ്പോൾ മാലിന്യം കുടിക്കുകയും വേണം, വെള്ളം കുടിക്കുകയും വേണം, മാലിന്യം കളയുകയും വേണം. അപ്പോൾ വേർപ്പിക്കൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ 3 രോഗങ്ങൾ, ക്യാൻസർ, കിഡ്നി ഡിസീസ്, സ്കിൻ ഡിസീസ്, ഈ 3 രോഗങ്ങൾക്ക് വേർപ്പിക്കൽ നിർബന്ധമാണ്. ചേമ്പറിൽ കയറിയിരിക്കുന്നേക്കാൾ മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കയറിയിരിക്കുക. വെള്ളം കയ്യിൽ കരുതുക. ORS നല്ലതാണ്. ORS നമുക്ക് നല്ല ക്ഷീണം തോന്നുമ്പോഴും കഴിക്കാം കേട്ടോ. ORS കലക്കി കുടിക്കുന്നത് നല്ലതാണ്.
ഇനിയിപ്പോ നമ്മളുടെ അടുത്തൊരു അല്ലെങ്കിൽ നമുക്കൊരാളെ ഒരു രോഗം മാറ്റണം എന്ന് വെക്കുക. എന്താണ് രോഗം എന്ന് നമുക്കൊരു പിടിയും കിട്ടണില്ലെങ്കിൽ ഈ ക്ലീനിങ് ഒക്കെ കണ്ട് ചെയ്യിപ്പിക്കുക ആളെ കൊണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വെച്ചാൽ ഒരു അസുഖം പിടികിട്ടിയില്ലെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, മാലിന്യം കൊണ്ടാണ് അസുഖം വരുന്നതെന്ന് അറിയാം. അപ്പം മാലിന്യങ്ങളാണ് കളയാനുള്ള എല്ലാം അങ്ങോട്ട് ചെയ്യിക്കുക. വേർത്തേക്കല്, വയറിളക്കല്, കയ്യൊന്നി നീരൊഴിക്കല്, ശ്വാസകോശം ക്ലീൻ ചെയ്യുക, ബ്ലഡ് ക്ലീൻ ചെയ്യുക, എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ക്ലിയർ ആയി കിട്ടും ആളെ. ഡീടോക്സിഫിക്കേഷൻ. പിന്നെ ചിലവർ പറയും പ്രഷറുള്ളവര് വേർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് വുഡൻ ബോക്സിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരിക പ്രഷറുള്ളവർക്ക്. ഈ ക്യാൻവാസ് പോലെയുള്ള തുണിയാണെങ്കിൽ അത്ര പ്രശ്നമില്ല, അതിൻ്റെ കുറേ റിലീസ് ചെയ്ത് പോകും, പ്രഷർ റിലീസ് ചെയ്ത് പോകും. പിന്നെ ഈ സോഡിയം കുറയുമോ എന്ന് ചോദിക്കും ചില ആൾക്കാർ ചോദിക്കും. സോഡിയം കുറഞ്ഞാലോ? സോഡിയം കുറയല്ലേ ചെയ്യുക, പൊട്ടാസ്യത്തിൻ്റെ റേഷ്യോ, സോഡിയം പൊട്ടാസ്യം റേഷ്യോ തെറ്റണതാണ്. അതിൻ്റെ റേഷ്യോ എനിക്കറിയില്ല. പക്ഷെ പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം കണ്ടന്റ് ഉള്ളത് പഴവും നേന്ത്രപ്പഴവും ഇളനീരിൻ്റെ വെള്ളവും. ഇളനീര് വെള്ളത്തിൽ 2 കല്ലുപ്പിട്ടിട്ട് കലക്കി കൊടുത്താൽ സോഡിയം പൊട്ടാസ്യം റേഷ്യോ കറക്റ്റാവും. ഇളനീരിലുണ്ട് കല്ലുപ്പ്. ഇളനീര് വെള്ളം പ്ലസ് കല്ല് സോൾട്ട് ഇല്ലേ, കല്ലുപ്പിട്ട് കലക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ സോഡിയം പൊട്ടാസ്യം റേഷ്യോ കറക്റ്റാവും. ആ സോഡിയം കുറയുന്ന അസുഖം വന്നത് നമ്മൾ ഇത് കഴിച്ചു തുടങ്ങിയപ്പോഴും അയോഡൈസ്ഡ് സോൾട്ട് കഴിച്ചു തുടങ്ങിയപ്പോൾ വന്നൊരു പ്രശ്നമാണ്. അല്ല, സമരം ചെയ്തെങ്കിലും ഇപ്പോഴും അതിനെക്കുറിച്ച് ആരും പഠിക്കുന്നില്ലല്ലോ. ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് തൂത്തുക്കുടി ഉപ്പുമ്മ പ്രിസർവേറ്റീവ് ആയിരിക്കണം. അതാണ് റീസൺ. അതിപ്പോ വളമായിട്ടൊക്കെ വരുന്നില്ലേ, എന്തോ പ്രിസർവേറ്റീവ് വരുന്നത്. അല്ല, അതൊരു 5 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് നോക്കണത്. നമ്മൾ പബ്ലിക്കിന് കൊടുത്തിട്ട് എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ള ഒരു സ്റ്റഡി വേണ്ടേ? അതില്ല, അതാ പ്രശ്നം. ഇതിൽ ശരിക്കും അയഡൈൻ നമുക്ക് ആവശ്യമില്ലാത്തതിനേക്കാൾ കൂടുതൽ അവരെ അടിച്ചു കയറ്റിട്ടുണ്ട്. അയഡിൻ എന്ന് പറയുന്ന സാധനം സപ്ലിമേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മള് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഒരു ഭയങ്കര അയഡിന്റെ മണം ഉണ്ടാവും. കുറെ നാള് കഴിയുമ്പോഴേക്കും ആ മണമൊക്കെ പോകും. അപ്പൊ ഒരിക്കലും നമുക്ക് എക്സാക്ട് റിക്വയർഡ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉദ്ദേശിക്കുന്ന അത്ര റേറ്റിൽ മാത്രമായിട്ട് അയഡിൻ പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് സപ്ലിമേറ്റ് ചെയ്തുകൊണ്ട്, അപ്പൊ സപ്ലിമേറ്റ് ചെയ്ത് പോണോണ്ട് അവർ എക്സസ് ആഡ് ചെയ്യുന്നുണ്ട്. അഡൾട്രേഷൻ പറഞ്ഞ സാധനം വരും. ഈ അഡൾട്രേഷൻ പറഞ്ഞാൽ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉപ്പായിട്ട് വളർന്നു ഈ അയോഡിൻ ചേർത്ത് കൊടുക്കുന്നത് ആരോഗ്യമായി തെറ്റാന്നൊരു വാദങ്ങളെ കൊണ്ടുപോകുന്നു. അത് സക്സസ് ആക്കാൻ പറ്റില്ല. കാരണം അത് അഡൾട്രേഷൻ ആണ്. ഫുഡ് അഡൾട്രേഷന്റെ കീഴിൽ വരുമ്പോൾ ശരിക്കും തെറ്റാണ് ചെയ്യുന്നത്. ഇപ്പൊ അരിയിൽ വരെ വരുന്നുണ്ടല്ലോ, അരിയിൽ ചെയ്യാൻ കമ്പനി അത് ആദ്യം ഉണ്ടാക്കിയത് രാജീവ് ഗാന്ധി ടൈമിൽ പെർമിഷൻ ഉണ്ടാക്കുന്നു അയോഡിൻ ചേർത്ത്. അത് ഫുഡിന് വേണ്ടി അവര് ഡെവലപ്പ് ചെയ്തു. അത് ഇപ്പൊ പ്രോട്ടീൻ ചേർത്തിട്ടുള്ള അരി അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കഷ്ണം കിടക്കുന്നതാണോ അരിയുടെ ഉള്ളിൽ പറക്കി. അല്ല, അരിയോ തെറ്റാണ് അല്ലേ? വേറെ വഴി നോക്കണ്ട. ഇതിന്റെ ഉള്ളിൽ പിന്നിലൊക്കെ ലോബികൾ ഉണ്ടാവും, അതായിരിക്കും. അല്ലാതെ മലേഷ്യയിലാണ് പാം ഓയിൽ ഇറക്കുമതി.
അന്ന് പാവായി ചീപ്പായിട്ട് അപ്പൊ വന്നപ്പോ വേണ്ടിയാണ് ഹോസ്റ്റോട് വേണ്ടിയിട്ട് വരുമ്പോ അങ്ങനെ ഒരു കുത്തനെ അതിന് രണ്ട് നോക്കുന്നുണ്ട്. ഒന്ന് നോർത്ത് ഇന്ത്യൻ കാര്യത്തിൽ ആവശ്യമില്ലായിരുന്നു, നോർത്ത് ഇന്ത്യൻ കാര്യത്തിൽ പഠിച്ചിട്ട് ആവശ്യമില്ലായിരുന്നു. അപ്പൊ അതിലെന്താ പറഞ്ഞത് കിട്ടിയില്ല. അപ്പൊ രണ്ട് പ്ലാനിങ് വരണത്. അല്ല അതിപ്പോ നമുക്ക് നിർത്താം എന്തായാലും, സംസാരമായി. പിന്നെ ശോധനം കഴിഞ്ഞാൽ പിന്നെ കോശശുദ്ധി ഇതാണ്, വേർപ്പിക്കൽ തന്നെയാണ് പ്രധാനമായിട്ട്, വേർപ്പിക്കലാണ്. രക്തശുദ്ധി പറഞ്ഞു, കോശശുദ്ധി പറഞ്ഞു, പിന്നെ സന്തുലനം, മനഃശുദ്ധി. അല്ല, രക്തശുദ്ധി പറഞ്ഞില്ലേ, മനഃശുദ്ധി ഉണ്ട്, ഹൃദയശുദ്ധി ഉണ്ട് അല്ലേ. മനസ്സ് വൃത്തിയാക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ക്ഷമ പറയല്, ക്ഷമ കൊടുക്കല്, അത് മനഃശുദ്ധിക്കുള്ളതാണ്. അതിൽ വല്ല സംശയമുണ്ടോ? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അല്ല, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മൾ ഈശ്വരനോട്. ആരോടാ പറയണത്? പ്രകൃതിയോടോ? അതല്ലേ, അത് ധന്യ ടീച്ചർ പറഞ്ഞതല്ലേ, ധന്യ ടീച്ചറുടെ ക്ലാസ്സിലല്ലേ? ഞാനിത് നമ്മുടെ നിർഭ്രാന്തിയിൽ അദ്ദേഹം പറഞ്ഞു ലോകം മാറണമെങ്കിൽ അത് അങ്ങനെ പറഞ്ഞ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ്. ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ്. മനഃശുദ്ധി അതിന് വേറെ മരുന്നില്ല. നമുക്ക് ഈ ക്ഷമ പറയല്, ക്ഷമ കൊടുക്കല് മാത്രമേ ഉള്ളൂ ഗ്രാറ്റിറ്റ്യൂഡ് പറയല്. മനഃശുദ്ധി. പിന്നെ ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവാലയങ്ങളിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന സ്നേഹം സ്വീകരിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പുഴ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞില്ലേ അന്ന്. സ്വീകരിക്കണം, കൊടുക്കണം, സ്നേഹം മാത്രമേ അവിടുന്ന് കിട്ടുള്ളൂ. അത് കെട്ടിക്കിടന്നാൽ ദൈവത്തിന്റെ സ്നേഹമായാലും ദുഷിക്കും. അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, ആവശ്യക്കാർക്ക് മാത്രം കൊടുക്കാനുള്ളത്. നമ്മളും പോയി ചോദിച്ചാലേ കിട്ടുള്ളൂ, വെറുതെ കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. പോട്ടെ, സീരിയലിന്റെ കാര്യം പോട്ടെ. അപ്പോ ഹൃദയശുദ്ധി അല്ലേ അവസാനത്തെ? നമ്മുടെ കഥയില്ലേ, കുചേലന്റെ കഥ, അതിന് ഒരുപാട് തലങ്ങളുണ്ട്. കുചേല ദിനം എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് അവല് കഴിക്കുക. തിരുവമ്പാടിയിലേക്കാണോ സ്വാദ് കൂടുതൽ, ഗുരുവായൂരിലേക്കാണോ സ്വാദ് കൂടുതൽ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതല്ല, അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാര്യം നമ്മളുടെ സന്നിധാന ധ്യാനമാണ് അദ്ദേഹം ചെയ്യുന്നത്. സന്നിധാന ധ്യാനം എന്ന് പറഞ്ഞാല് മനസ്സ് ഈശ്വരനിലേക്ക് ചെല്ലുകയാണ്. അതാണ് അതിന്റെ ബാക്കിലത്തെ പൊരുള്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഒരു ഭക്തി, ഭാരതത്തിലത്തെ ഭക്തി എന്താന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അവിടെ പോയി ഒന്നും പറയണില്ല അല്ലേ. ഭഗവാൻ അവിടുന്ന് സ്നേഹം മാത്രം കൊടുത്ത് തിരിച്ചു വിടുകയാണ്. പിന്നെ നമുക്ക് എന്താണോ കിട്ടേണ്ടത് എല്ലാം കിട്ടുന്നുണ്ട്. അതൊരു വലിയ മെസ്സേജാണ്. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അപ്പം അതിന് പറയണത്, ഭാര്യ പറയാണ് കുചേലനോട്, ക്ഷയിച്ചു, ദാരിദ്ര്യം വന്നു, ക്ഷയിച്ചു, ശരീരം നാശമായി, തളർന്നു, അപ്പൊ ഒന്ന് ഭഗവാനെ പോയി കണ്ടുകൂടെ എന്ന് ചോദിക്കുക. നമ്മളുടെ ഇക്കോളജിയിലെ മനസ്സ് എന്ന് പറഞ്ഞാല് സ്ത്രീ, കൂച്ചേല എന്ന് പറഞ്ഞാല് മുഷിഞ്ഞ വസ്ത്രം, മാലിന്യമുള്ള വസ്ത്രമാണ്. മാലിന്യത്തിന്റെ ഒരു കൂമ്പാരാണല്ലോ നമ്മുടെയൊക്കെ ശരീരം. എത്ര പോയിട്ടും തീരണില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യമുള്ള
ശരീരത്തിനോട് മനസ്സ് ഭാര്യ പറയാണ് ഭഗവാന്റെ അടുത്തുനിന്ന് പോയിക്കൂടെ, എന്തെങ്കിലും നിവൃത്തി ഉണ്ടായെങ്കിലോ എന്ന് പറയണം. അപ്പോഴാണ് ആൾ പോകാൻ തയ്യാറാണ്. അതായത് മെഡിറ്റേഷൻ ചെയ്യണത്. മെഡിറ്റേഷൻ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഭഗവാൻ സന്നിധിയിലേക്ക് എത്തുമ്പോഴേക്കും ഭഗവാൻ ഓടി വന്നു. അതിന് നമ്മൾ പറയും, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ചക്രാസിൽ നിന്ന് ഇങ്ങനെ എനർജി ഇറങ്ങി വന്ന് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകാൻ, അങ്ങനെ എന്തൊരു പരിപാടിയുണ്ട് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ പോയിട്ട് ഇത് പറയാൻ എല്ലാ കാര്യങ്ങളും പറയാൻ മറക്കുകയാണ് കുചേലൻ. എല്ലാം മറന്നു. പിന്നെ അവിടുന്ന് സ്നേഹം, വയറ് നിറച്ച് സ്നേഹം കിട്ടി, കാല് കഴുകലൊക്കെ കഴിഞ്ഞ് പോരുമ്പോഴാണ് ആലോചിക്കുന്നത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കാണുന്നത് സ്വർണ്ണവർണ്ണത്തിലുള്ള മതിലാണ്. സ്വർണ്ണവർണ്ണത്തിലുള്ള മതിൽ കാണുന്നു എന്ന് വെച്ചാൽ, നമുക്കൊരു മെഡിറ്റേഷൻ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും. എനിക്കെന്തെങ്കിലും ഞാനെങ്ങനെയുണ്ട്, ഇപ്പോൾ എന്നെ കണ്ടാൽ എന്തെങ്കിലും തോന്നുന്നു, ഒരു റിവ്യൂ ഉണ്ട്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. കണ്ണാടിയിലൊക്കെ ഒന്ന് പോയി നോക്കും, വല്ല തിളക്കം കാണുന്നുണ്ടോ. ശരിക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ ഒരാളുടെ ഓറ ഉണ്ടല്ലോ, ഗോൾഡൻ കളറാവും, സ്വർണ്ണവർണ്ണമാവും. പിന്നെ നോക്കുമ്പോൾ വീടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഭാര്യ വളരെ എനർജറ്റിക്കായിട്ട് ചാടി നടക്കുന്നുണ്ട്, മനസ്സ് വളരെ എനർജറ്റിക്കായി. കുട്ടികൾ അംഗങ്ങളാണ്, ശരീരത്തിൻ്റെ അംഗങ്ങളെല്ലാം ഉഷാറായി. കുട്ടികളൊക്കെ, ഭാര്യ സർവാഭരണ വിഭൂഷിതയായിട്ട് ഓടി നടക്കുന്നു, കുട്ടികൾ തുള്ളിച്ചാടി ഓടിച്ച് കളിച്ച് നടക്കണം. ആ വ്യത്യാസം മെഡിറ്റേഷനിൽ കൂടെ കിട്ടുന്നത്. അത് മെഡിറ്റേഷനെ കുറിച്ചാണ് ആ കഥ. പ്ലസ് ഭക്തി എന്താന്നുള്ളത്, നമ്മൾ ആ ഒരു ദേവാലയത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യമുള്ളൂ, ആ സ്നേഹം പിടിച്ചു പറ്റുക. ഈശ്വരൻ്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് എക്സാമ്പിൾ. അമ്മയും കുഞ്ഞിനെയാണ് എക്സാമ്പിൾ പറയാ സാറ്. ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നോ അതുപോലെ സ്നേഹമുള്ള കുഞ്ഞിനെ സ്നേഹമുള്ള അമ്മ എങ്ങനെ നോക്കുക. 24 hours ഉറക്കത്തിലൊരു കൈ ഉണ്ടാവില്ലേ മേല്, അനങ്ങുന്നുണ്ടോ, തിരിയുന്നുണ്ടോ, മറിയണുണ്ടോ എന്ന് നോക്കിയിട്ട് എപ്പോഴും ജാഗ്രതയായിരിക്കും. അതേപോലെ സ്നേഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വരൻ 24/7 36 days നമ്മളുടെ മുകളിലുണ്ടാവും. പിന്നെ നമുക്ക് എപ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് അദ്ദേഹത്തിന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. നമുക്കാണ് പിന്നെ അറിയാത്തത്, അദ്ദേഹത്തിന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. അത് നടന്നുകൊണ്ടിരിക്കും, കിട്ടിക്കൊണ്ടിരിക്കും. നിർത്താം ഇന്നത്തെ